ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല ബിക്കോസ് ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്കിൻ കെയർ ടിപ്പ് ആൻഡ് ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ അതിൽ വരുന്നത് ഫേസ് വാഷിംഗ് ആണ്, അതായത് ഫേസ് ക്ലീനിങ്. ഇതിനായിട്ട് നമുക്ക് ഒരു ക്ലെൻസറോ അല്ലെങ്കിൽ ഒരു ഫേസ് വാഷോ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ കാണുന്ന ഡോക്ടർ ഷെത്തിന്റെ വൈറ്റമിൻ സി വരുന്ന ഫേസ് വാഷ് യൂസ് ചെയ്യും. ഇനി നാച്ചുറൽ പ്രൊഡക്റ്റിനാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കടലമാവ് യൂസ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ടുള്ളതാണ് ടോണർ. ടോണറിന്റെ യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ പോഴ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുള്ള പോഴ്സ് ടൈറ്റൻ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഡീപ് ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ടോണർ എന്ന് പറയുന്നത്. ടോണർ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പറയില്ല, ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. പക്ഷെ നാച്ചുറൽ ആയിട്ട് ഒരു ടോണർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, വേറെ ഒന്നുമല്ല, റോസ് വാട്ടർ ആണ്. ഇനി തേർഡ് വൺ വന്നിട്ട് മോയ്സ്ചറൈസർ. ഇത് നമ്മൾ മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യേണ്ട ഒന്നാണ്. നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒരുപാട് ഡസ്റ്റും കാര്യങ്ങളും ഒക്കെ നമ്മുടെ പോഴ്സിന്റെ ഉള്ളിലേക്ക് കടത്തി വിടാണ്ട് ഒരു ബ്ലോക്കേജ് പ്രോപ്പർട്ടിയാണ് ഈ ഒരു മോയ്സ്ചറൈസർ നമ്മുടെ ഫേസിൽ ചെയ്യുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസർ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന പോൺസിന്റെ ഹൈലൂറോണിക് ആസിഡ് കോണ്ടന്റ് വരുന്ന മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഫോർത്ത് വൺ വന്നിട്ട് SPF. ഇതിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ ആണ്. നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് റെനയുടെ ഈ കാണുന്ന പോർ മിനിമൈസിംഗ് സൺസ്ക്രീൻ ആണ് കേട്ടോ. എന്നിട്ട് SPF 70 ആണ്. ഇവിടെ പഠനങ്ങൾ അനുസരിച്ച് വീട്ടിൽ നിൽക്കുന്നവരാണ് നമ്മളെങ്കിൽ പോലും ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ ചൂടിന് ഒരു SPF 25-30 എങ്കിലും നമ്മൾ വീട്ടിൽ നിൽക്കുന്നവർ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യുക. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.